ശ്രീ ഷാജി രാഘവൻ, രാഹുൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം ഒരു പ്രോസസ്സാണ് നടക്കേണ്ടത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നു എന്ന് ചില ആരോപണങ്ങൾ ഉണ്ട് എന്നതല്ലാണ്ട് SIT ഏത് നിമിഷം എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്നത് മറ്റുള്ളവർക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറയുമ്പോൾ കോടതി SITയുടെ അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിലയിരുത്തിയിട്ടുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മൾ ഇനി ഒരു അവിശ്വാസം വെക്കേണ്ടുന്ന കാര്യമുണ്ടോ? എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകും എന്നും ഉള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നേരാം മധ്യത്തിൽ ശരിയായ വിധത്തിൽ നന്നാക്കിയെടുക്കാനുള്ള മാർഗമായി കാണുക എന്നതിനോട് BJP യോജിക്കുന്നുണ്ടോ? അല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിനകത്ത് നമ്മൾ താല്പര്യത്തോടു കൂടിയാണ് അതിനെ നിരീക്ഷിക്കുന്നത്. പക്ഷെ ഇതേ ഹൈക്കോടതി തന്നെ ഞങ്ങൾ വളരെ തുടക്കം തൊട്ടേ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. SITയുടെ പരിമിതിയെ പറ്റിയേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, അവിശ്വാസമല്ല, പരിമിതികളുണ്ട്. എന്താ ഈ പരിമിതിക്ക് കാരണം? ഹൈക്കോടതി തന്നെ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഇത് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അത് തെളിയിക്കപ്പെട്ടു. കാരണം ഈ സ്വർണത്തിന്റെ വ്യാപാരം നടന്നത്, ഇതുമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടന്നത് തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളാണ്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് നടന്നത്. ഏറ്റവും അവസാനം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് അന്താരാഷ്ട്ര മാനങ്ങളെ പറ്റി കോടതി സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര കുറ്റവാളികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ആ ബാക്ക്ഡ്രോപ്പിൽ ആണ് ഈ കേസിനെ കോടതി തന്നെ നറേറ്റീവ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതല്ലോ, ഇവിടുത്തെ പബ്ലിക് സാമാന്യ ജനങ്ങൾ പറഞ്ഞതല്ല, വിശ്വാസികൾ പറഞ്ഞതല്ല. അതുകൊണ്ട് SITയുടെ പരിമിതിയെ പറ്റിയിട്ട് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ച ഒരു കേസാണ് ശ്രീ വാസുവിന്റെ കേസ്. നമ്മളെല്ലാം പറയുന്നു വാസു എന്ന് പറയും. വാസു എന്ന് പറയുന്ന ആളാരാണ് സത്യത്തില്? 2018 ശ്രീ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ദേവസ്വം കമ്മീഷണറാണ്. അന്ന് പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറവില് മദനി സംഘത്തെയും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളെയും ശബരിമല കയറ്റി ആചാരലംഘനം നടത്താൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ്. അന്ന് ശകലം മനചാലി ആർക്ക് വന്നു? പത്മകുമാറിന്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വന്നു. അദ്ദേഹത്തിന്റെ ഭയം വന്നു, ഒരു മനസ്സിന് ചാഞ്ചല്യം സംഭവിച്ചു. ആ ചാഞ്ചല്യത്തെ പോലും മറികടക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉപയോഗിച്ച ആളാണ് ശ്രീ വാസു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോട് ചേർന്ന് അടുത്ത് നിൽക്കുന്ന ആളാണ് ഈ വാസു. ഈ വാസു മൂന്നാം പ്രതിയാണ്. KS ബിജു, ഇന്നലെ റിമാൻഡിലാക്കപ്പെട്ട KS ബിജു അതേ കേസിൽ 4ാം പ്രതിയാണ്. അപ്പൊ 4ാം പ്രതിയെ ചോദ്യം ചെയ്ത് റിമാൻഡിലാക്കിയെങ്കിൽ എന്തേ ശ്രീ വാസുവിനെ ചോദ്യം ചെയ്ത് പുറത്തു വിട്ടു എന്നുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഒരു വലിയ ചോദ്യമുണ്ട്. കേരളത്തിന്റെ പബ്ലിക് ഡൊമൈനിൽ ആ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തെ ഇതുവരെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് പരിഹരിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ താങ്കൾ ഈ പറയുന്ന വിശാലമായിട്ടുള്ള ഈ അന്വേഷണത്തെ നമുക്കൊരു വലിയ സ്വീകാര്യതമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഈ പറയുമ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിനെ ഒരു അർത്ഥത്തിൽ പോലും നിഷേധിക്കുകയോ അതിനെ ഇകഴ്ത്തി കാണിക്കാനും വേണ്ടിയിട്ട് അല്ല ഞാൻ ശ്രമിച്ചത്. പിന്നെ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ കൃത്യമാക്കി പറയാനുള്ളത്, ഞാൻ തുടക്കത്തിൽ താങ്കൾ ഇടപെട്ടതുകൊണ്ടാണ്. ഇതിനകത്തൊരു ഞാൻ ഇന്നലെ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലുമായി BJPയുടെ സംസ്ഥാന നേതൃത്വം നിലവിലെ ഒരു മണ്ഡലകാലം ആരംഭിക്കാൻ പോകും. ഇനി 9 ദിവസമേ ഉള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ ശരിയല്ല എന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ഇന്നലെ സന്ദർശിച്ച ഒരാളാണ്. ആ കാര്യം കൂടെ എനിക്ക് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ ചെല്ലുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വറൊക്കെ ഉണ്ട് ഇവിടെ. എത്ര ദയനീയമാണെന്ന് അറിയോ അവിടുത്തെ സ്ഥിതി? 1.5-2 മാസം മുമ്പ് ഒരു ദേവസ്വം ബോർഡ് ഒരു വലിയ അയ്യപ്പ സംഗമം നടത്തിയതിൽ 7-8 കോടി രൂപ മുടക്കി 1.5 ലക്ഷം രൂപ പെർ ഹെഡ് ചെലവാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? കുമരകത്ത് പോലും താമസ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ആ ഗവൺമെന്റ്, ആ താല്പര്യം കാണിച്ച ഗവൺമെന്റ്, ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, BJP പറയുന്നു. കാരണം ദേവസ്വം ബോർഡും ഗവൺമെന്റും ശബരിമലയെ കൈയൊഴിഞ്ഞ ഒരു ചിത്രമാണ് നമുക്ക് പമ്പയിലും ഈ പറയുന്ന നിലയ്ക്കലൊക്കെ കാണാൻ സാധിക്കുന്നത്. സാർ അവിടുന്ന് ഒരു കാര്യം നടക്കുന്നില്ല സാർ. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിന് പെയിന്റ് അടിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു പകൽ മുഴുവൻ അവിടെ സമയം സ്പെൻഡ് ചെയ്ത ഒരാളെന്നുള്ളതിലേക്കാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് ആർക്കാ സാർ ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ താല്പര്യമുള്ളത്? വളരെ കൃത്യം. ഒരു രാഷ്ട്രീയക്കാരെ അധിക്ഷേപിക്കുകയല്ലെന്നേ, ഒരു രാഷ്ട്രീയക്കാരെ എഴുത്തി കാണിക്കുകയല്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കാലാകാലങ്ങളിൽ വന്ന മുന്നണി സംവിധാനങ്ങൾ, ഗവൺമെന്റുകൾ അവർ അമ്പലക്കൊള്ളയ്ക്കായി അവരുടെ പാർട്ടിയെ വളർത്താനും അവർക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചു എന്നുള്ള ആ ഒരു സ്റ്റോറിയാണ് കഴിഞ്ഞ 2 മാസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത്. ഇത് കേവലം 10 കൊല്ലത്തെ ചരിത്രമൊന്നുമല്ല. ഇവിടെ മാന്യത ആർക്കുമില്ല. 10 കൊല്ലം മുമ്പ് കേരളത്തിലെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ശ്രീ ശിവകുമാർ. അദ്ദേഹത്തിന്റെ അനിയനുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് 1 കോടി ഏതാണ്ട് 87 ലക്ഷം വരുന്ന അഴിമതി ഇപ്പോഴും വിജിലൻസ് അന്വേഷിക്കുക. എന്താണ് പിണറായി സഖാവി അന്വേഷണം പൂർത്തീകരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആരോ സൂചിപ്പിച്ചു, മാറി വരുന്ന മുന്നണിയിലെ അഴിമതിയും ദേവസ്വം ബോർഡിലെ അഴിമതിയും സംരക്ഷിക്കുന്ന ഒരു മുന്നണി സംവിധാനം കാലാകാലങ്ങളിൽ ഈ കേരളത്തിലുള്ളിടത്തോളം കാലം
ഇതിന് ബലിയാടാകുന്നത് ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് പോലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്ക് രക്ഷ ഇനി അയ്യപ്പസ്വാമി അല്ലാതെ ഇന്നലെ ശബരിമലയിലും സന്നിധാനത്തും അതേപോലെ തന്നെ നിലയ്ക്കലും പമ്പയിലും പോയി ഒരു പകല് മുഴുവൻ ചെലവഴിച്ച് മനസ്സിലെ വളരെ വൃണത ഹൃദയനായിട്ടാണ് ഞാൻ പറയുന്നത്. ശബരിമലയ്ക്ക് ഇനി അയ്യപ്പസ്വാമി അല്ലാതെ യാതൊരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ശബരിമലയെ ഈ ഗവൺമെന്റ്